ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ വോയിസ് ഓവറാണ്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇൻട്രോ എടുത്ത വീഡിയോ കാണാനില്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ പാക്കിങ്ങിലാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതിൻ്റെ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ വന്നെടുക്കുന്നതാണ് കേട്ടോ ഈ വ്ളോഗ്. കാരണം പിറ്റേ ദിവസം നമുക്ക് കോഴിക്കോട് വരെ പോകാനുണ്ട്. നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് പേരാമ്പ്ര ഉള്ളിയേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സമേത ആയുർവേദിക്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പാക്കിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു, ആദ്യം ഓർത്തു രാവിലെ പാക്ക് ചെയ്യുന്നത്. പക്ഷേ രാവിലെ പാക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നേരത്തെ ഇറങ്ങലൊന്നും നടക്കില്ല. അപ്പോൾ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നത്. അഫീക്കായൊക്കെ ഉറങ്ങിയിട്ട് ഇക്കയുടെ ഡ്രസ്സൊക്കെ പിറ്റേ ദിവസം പാക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെയും അഫിയുടെയും ഡ്രസ്സ് എടുത്ത് വെക്കുന്നതാണ്. പിന്നെ മറ്റുമ്മച്ചിയുടെ കയ്യിൽ നിധീനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. പിന്നെ ഉമ്മച്ചി അടുക്കളയിൽ എന്തൊക്കെയോ പണിയിലാണ്, അപ്പോൾ തന്നെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡ്രസ്സും അഫിയുടെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നത് തിരക്കിലാണ് കേട്ടോ. പിന്നെ ഞാനും ഇക്കായും അഫിയും നിധിയും കൂടെ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നമ്മൾ ഇത്രയും ദൂരം പോകുന്നതല്ലോ, അപ്പം കൊച്ചിനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമല്ലോ. അപ്പം പിന്നെ ഉമ്മച്ചി അത്തിച്ചി വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവരവിടെ നിൽക്കില്ല. അവർ എത്തിയ ഉടനെ തന്നെ തിരിച്ച് നമ്മൾ എത്തുന്നതനുസരിച്ച് കുറേ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ വരൽ നടക്കില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തൊടുപുഴയ്ക്ക് വണ്ടി കയറാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ ഉള്ളത്. അവളുടെ ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ ഷീറ്റ് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ഓർത്തു കേട്ടോ. പിന്നെ അഫിയുടെ എൻ്റെ ഡ്രസ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് തുണികൾ, ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ ഈ ബാഗിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കുറച്ച് എടുത്ത് വയ്ക്കാനുള്ളതേ ഉള്ളൂ. നമുക്ക് രാവിലെ കാണാം. അപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. ബാഗൊക്കെ വണ്ടിയിൽ കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇക്കായും അഫിയും കൂടെ മറ്റുമ്മച്ചിനെ അഞ്ചിക്കല്ല് വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ്. അവിടെ അവിടെ അനിയനുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് മറ്റുമ്മച്ചിനെ ഏൽപ്പിച്ചിട്ട് അത്തച്ഛനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി. ഇറങ്ങിയതേ ഉള്ളൂ, പുറപ്പെട്ടതേ ഉള്ളൂ. അത്തിച്ചുണ്ട്, ഉമ്മച്ചിയുണ്ട്, അഫിയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അവരെന്തായാലും കൊണ്ടുവിട്ടിട്ട് ഇന്നലെ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം വരും. അല്ലെങ്കിൽ നമുക്ക് സാഹചര്യം നോക്കിയിട്ട് നാളെ പറഞ്ഞ് ഇങ്ങോട്ട് വിടാം. അവിടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് പോകുന്നോണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താലേ, പക്ഷെ ഉമ്മച്ചിക്കും അശ്നാക്കും ഒരു മടി. അപ്പൊ കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് നല്ലതല്ലോ, അത്രയും ഹെൽപ്പല്ലേ. അപ്പൊ അങ്ങനെ പോയേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളും വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. പിന്നെ ഉമ്മ ഉപ്പായൊന്നും കൊച്ചിനെ കണ്ടിട്ടില്ല. മിക്കവാറും അവര് കോഴിക്കോട് വന്ന് കാണും. പിന്നെ അവിടെ അത്രയുള്ള ദൂരം പോയി എത്താനാണ്. ഈ തുള്ളി കളിച്ചോണ്ടിരിക്കാൻ അഫിക്ക് ഇന്ന് ട്രിപ്പ് മൂഡ് ഓണായ ദിവസമാണ്. കുറെ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് മൂഡ് ഓണായി. നമ്മൾ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടോ വഴിക്ക്. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു 7 മണി അല്ലെങ്കിൽ 7 മണിയൊക്കെ കഴിയുമെന്നാണ് ഇക്ക പറഞ്ഞത് അവിടെ എത്തുമ്പോൾ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ.
ക്ഷമിക്കണം, ഇത് യഥാർത്ഥ കള്ള് ഷാപ്പല്ല, ഷൂട്ടിംഗ് സെറ്റ് ആണ്. കള്ളുടിക്കാൻ വേണ്ടി പോയത് പ്രാവിൻകൂട് ഷാപ്പ്. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈയിടെ ഒരു വർത്താനം ഉണ്ടായിരുന്നു, ഷാപ്പാന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ടാകുമ്പോ അവിടെ അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയതായിട്ട്. സ്ഥലം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. മലപ്പുറം ജില്ലയാണ്. നല്ല രസമുണ്ട് ഇവിടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ എന്താണ്, അതായത് ഒരു മരങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കാണാത്തൊരു സംഭവമാണല്ലോ എല്ലാ വീടിൻ്റെയും മരമൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് വീട് വളരെ ഇതാക്കുന്നു. പക്ഷേ ഇതൊക്കെ മരമൊക്കെ നന്നായിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ. അതൊരു തണലുണ്ട്. നല്ല രസമുണ്ട്. നല്ല സ്ഥലമാണ്. ഏത് സ്ഥലം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടികളെ കളിക്കുന്നു. ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ട് കുറേ കാലമായിട്ടോ. ഇത്രയും ഭംഗിയുള്ള സ്ഥലവും എന്ത് രസം. നമ്മുടെ അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ, പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല. എല്ലാം എന്താണ് നികത്തി വീടും കെട്ടിടങ്ങളൊക്കെ വന്നു. അവരൊക്കെ ഹോട്ടലിൽ കയറി പോയിട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ബുക്ക് എനിക്ക് കൊണ്ടെത്തുന്നതാണ്. കൊച്ചുകാരുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ബജ്ജി, പിന്നെ എൻ്റെ കൂടെ കൂട്ടാൻ ചമ്മന്തി ഉണ്ട്, ചായ. അപ്പോൾ ചായ കുടിച്ചു കേട്ടോ. അവർ അകത്ത് ഫുഡ് കഴിക്കാൻ തോന്നുന്നു. പിന്നെ എന്താ അഫിയൊക്കെ ഉള്ളപ്പം വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആകെ അലമ്പാവും. അതുകൊണ്ട് അവരങ്ങോട്ട് പോയതാട്ടോ. പിന്നെ നമ്മളെന്തായാലും ഒരു 7 മണിയൊക്കെ കഴിയും തോന്നുന്നു നമ്മുടെ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. കോഴിക്കോട് പേരാമ്പ്ര ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ സമേത ആയുർവേദിക്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്താ അത്ര സമയമാവും എന്തായാലും എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മച്ചിയും അത്തശ്ശിനെയും അവിടെ എത്തിയതിന് ശേഷം തിരിച്ചു വരാനുള്ള ഒരു ഗ്യാപ്പില്ല. അതുകൊണ്ട് അവർ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ആയിരിക്കും ബസ്സിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് നാളെ രാവിലെ ആയിരിക്കും അവർ തിരിച്ച് തൊടുപുഴയ്ക്ക് പോകുന്നത്. ഇത്രയും ദൂരം കൊച്ചിനെ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവരും കൂടി വന്നത്. അപ്പോൾ ഇന്ന് അവർ സ്റ്റേ ചെയ്തിട്ട് നാളെ അവർ വീട്ടിലേക്ക് പോകും. പിന്നെ 10 ദിവസം ഞാനും ഇക്കായും അഫിയും നമ്മുടെ നിധിയും അവിടെയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഉമ്മച്ചി അഫിയും കൂടെ അവിടെ ഇരിക്കുന്ന കേട്ടോ. ചായ കുടിച്ചിട്ടേ ക്ലാസ് ഒക്കെ വെച്ചേക്കണോ? കൊച്ചനെ അയച്ചേ അങ്ങനത്തെ വിശക്കുള്ളതായിരുന്നോ? ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റല്ലേ, കഴിക്കത്തില്ലായിരുന്നോ? ഇതൊന്നും കൊടുത്തേക്കോ. നല്ല കാറ്റും നല്ല സുഖം ഇവിടെ ഇരിക്കാൻ.
അങ്ങനെ നമ്മളൊരു 8:45 ആയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിച്ചേർന്നത്. ഇത് കോഴിക്കോട് പേരാമ്പ്ര ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. സമേത ആയുർവേദിക്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമുക്ക് റൂമ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ റൂമിലേക്ക് പോയിട്ടോ. പിന്നെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉമ്മി ശ്രദ്ധിച്ച് ഇന്ന് തിരിക്കുന്നില്ല, പിറ്റേ ദിവസം നോക്കാമെന്ന് പറഞ്ഞുള്ള തീരുമാനത്തിലെത്തി നമ്മൾ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി. അപ്പോൾ ഡിയേഴ്സ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉമ്മച്ചിക്കായും കൂടെ നമ്മുടെ സാധനങ്ങളൊക്കെ ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നതേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ട്. ഫുഡ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളിനി അത് കൊണ്ടുതരും, നമ്മൾ കഴിക്കും, പിന്നെ കിടന്നുറങ്ങും. നല്ല ക്ഷീണമുണ്ട്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പോൾ ബാക്കി ഇവിടുത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നെക്സ്റ്റ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലൂടെ കാണാം. ബൈ.